ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മത്തി ഫ്രൈയോ ഒന്നോ പെരട്ടെന്നോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാനിതിനെ മത്തി പെരട്ടെന്നാണ് വിളിച്ചിരിക്കുന്നത് പേര്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മത്തി പെരട്ടാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു അരപ്പ് മാത്രം മതി, ഒരു ചാറ് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. ഇപ്പം വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് ഇത് റെസിപ്പി എങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കാം. നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തിരിക്കുന്നത്, ഗ്യാസ് കത്തിക്കാതെയാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പിന്നെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവയും നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കുഞ്ഞുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വരിഞ്ഞു വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ വരിഞ്ഞു വെച്ചിരുന്ന മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാം മൊത്തം മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല എല്ലാം പിടിച്ച് നല്ല അരപ്പെല്ലാം ഒന്ന് ഇതായി വെന്തെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല കിടു രുചിയിലുള്ള ഇതാണ് കേട്ടോ. ഇതിൻ്റെ മസാല മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാം തന്നെ നമുക്ക് നല്ല പൊടിഞ്ഞു പോകാതെ തിരിച്ച് മറിച്ചു എടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ അരപ്പെല്ലാം മസാലയിലോട് കൂട്ടി ചേർന്ന് വറ്റി വരുന്നതാണ് അതിൻ്റെ ഒരു പരുവ് എന്ന് പറയുന്നത്. നമ്മൾ കുക്കർ മത്തി ഉണ്ടാക്കുന്നില്ല, അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കാനായിട്ട്. നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് 1-2 കഷ്ണം മീനുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം കേട്ടോ. നമ്മളുടെ മീൻ ഇപ്പം നന്നായിട്ട് നല്ല ചാറൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.